ബിഗ് ബോസിൽ പൊരിഞ്ഞ അടിയാണ്. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സാബുമോൻ കയറിയ ഉടനെ തന്നെ സാബുമോനൊരു ഒരു പ്രാങ്ക് അങ്ങോട്ട് ഏർപ്പാടാക്കിയില്ല. നഴ്സറി കുട്ടി കളികളിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് സംഗതി കൊണ്ടുപോകാൻ ഒരു പ്രാങ്ക്. ആള് തരികിടയാണല്ലോ, തരികിട കളിച്ചാണല്ലോ അതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ തരികിട സാബുവിൻ്റെ ഒരു തരികിട പ്രോഗ്രാം അങ്ങോട്ട് കൊടുത്തു. ആസ് യൂഷ്വൽ പൊളിച്ച് കൈ കെട്ടി കൊടുത്തിട്ടുണ്ട് തിരിച്ച്. വാസ്തവത്തിൽ എനിക്കിതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് അറിയും. നമുക്ക് ലാസ്റ്റ് പറയാം. സൗഹൃദത്തിൻ്റെ ഒരു ടേം. ആദ്യം ഇതെന്താ നടന്നതെന്ന് പറഞ്ഞു തരാം. നോറയെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുക, നോറയെ ഒന്ന് ചൂടാക്കി നോറ ഒരു സീൻ ഉണ്ടാക്കുക, അതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യം. വിളിച്ച് പറഞ്ഞത് ഈ എൻ്റർടൈൻമെൻറ്റ് ഇതിനായിട്ട് കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പില്ലേ അവരെ വിളിച്ചൊന്ന് കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരൊക്കെയാണ് അവർ? ശരണ്യ, നന്ദന, അപ്സര, നമ്മുടെ സായി. ഇപ്പോൾ 4 പേരും കൂടെ ചേർന്നിട്ട് അവരെ പ്രൊവോക്ക് ചെയ്യണം. ആരെ? നോറയെ മാത്രം. നോറയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോറയെ ആ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നോറ തന്നെ വന്നിട്ട് നോറയെ തന്നെ വിളിച്ച് സാബു പറയുന്നു, എനിക്കിത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഇവർ പാട്ട് പാടി ഡിസ്റ്റർബൻസ് ആക്കുന്നുണ്ട്. എനിക്കിത് ഡിസ്റ്റർബൻസ് ആണ്. അവൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ഇത് ഡിസ്റ്റർബൻസ് ആണ്. നമുക്കിതൊന്ന് ഒഴിവാക്കി തരണം, അല്ലെങ്കിൽ അവരെ പിരിച്ചു വിടണം. നൈസായി പറഞ്ഞിട്ട് പുള്ളിയുടെ റൂമിൽ പോയിരിക്കുന്നു. ആ സമയത്ത് നോറ പോയി പ്ലാൻ ചെയ്തിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് വന്നിട്ട് ഇവർ പിരിച്ചുവിടുന്ന കാര്യം സംസാരിക്കുന്നു. പിരിച്ചുവിടുന്ന കാര്യം സംസാരിക്കുന്ന മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് അവിടെ ഒന്നും കേട്ടിട്ടില്ല. മൊത്തം ഒരു കീ സൗണ്ടായിരുന്നു. ആകെ മൊത്തം ഭയങ്കര ബഹളവും അടിനാശ വെള്ളപ്പൊക്കം. ടാർഗറ്റ് ചെയ്തത് നോറയാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ മോശം പറഞ്ഞത് ഋഷിയെയും ബാക്കിയുള്ളവരെയായിരുന്നു. ഋഷി ട്രിഗറായി. ഋഷിയേക്കാൾ ട്രിഗറായത് അഭിഷേകാണ്. ടോട്ടലി ഔട്ട്. ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ബഹളം. അവർ ആ ഒരു, ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പൊസിഷനിലെങ്കിൽ ഞാൻ ആ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പൊസിഷനിൽ നിന്ന് അങ്ങ് ഒഴിവാക്കാൻ പറയണം. കാരണം അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് അനുസരിച്ച് അവർ പെർഫോം ചെയ്യുന്നു. ആ ടാസ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരും അതിനനുസരിച്ച് പെർഫോം ചെയ്യണം. അവിടെ വന്ന ഗസ്റ്റിന് റെസ്പെക്റ്റ് ഇല്ല, അതിൻ്റെ ഓണേഴ്സിന് റെസ്പെക്റ്റ് ഇല്ല. അവിടെ ജനാധിപത്യമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഓണേഴ്സാണ്. ഈ പവർ ടീം എന്ന് പറയുന്ന പവർ ടീമല്ല, ഇവിടെ ഓണേഴ്സാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാത്ത റെസ്പെക്റ്റ് അത് ശരിയായ നടപടിയല്ല. ഫലത്തിൽ ഓണേഴ്സ് പുറത്തും ബാക്കിയുള്ളവരകത്തും വഴക്ക് മൂർച്ഛിക്കുന്നു, മൂർധന്യാവസ്ഥയിലെത്തുന്നു. ഋഷിയെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്സര ഇടുന്നു. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് നന്ദന ഭയങ്കര മോശമായിട്ട് പെർഫോം ചെയ്യുന്നു. നന്ദന നന്നായി ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നോറയെ. പക്ഷേ നോറ മൈൻഡ് ചെയ്യുന്നില്ല, അൻസിബയും മൈൻഡ് ചെയ്യുന്നില്ല. സത്യം പറയാൻ ഈ കുട്ടികളോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുകയാണ്. ഇത്രയും വലിയൊരു സിറ്റുവേഷൻ വന്നിട്ട് പോലും ട്രിഗർ ആകാതെ പിടിച്ചു നിന്ന പിള്ളേർക്ക് കപ്പ് ഞാൻ കൊടുത്തു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് അൻസിബയ്ക്കും നോറയ്ക്കും സൂപ്പർ. രണ്ടുപേർക്കും പകുത്ത് കൊടുക്കണം. അതിനേക്കാൾ ഉപരി ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജിൻഡോ ചെയ്തൊരു ശ്രമം പറയാതെ പാടില്ല കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ സൂപ്പർ. പൊളിച്ചു എന്ന് വേണം പറയാൻ. അവർ ഇടപെട്ട് അത് പറയേണ്ട രീതി ഒന്നും പറയാതെ തന്നെ ഒരു കോംപ്രമൈസ്, നീ വാ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ. അത് ഒക്കെ തന്നെ എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു ആ ടാസ്ക്. ആൻഡ് ഇത് ഒരു കുറച്ചൊന്ന് ഉണരാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും അത് ആപ്റ്റായിട്ട് കൊണ്ടു. ഉള്ളിൽ നല്ല അസൂയുള്ള 3 പേരുടെ കയ്യിലേക്ക് നോറയെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് സാബുമൻ. തീവ്രമായ അസൂയയാണ്, ചെറിയതല്ല. അതൊരു മാരക രോഗമാണ്. ആർക്കും ആരോടും തോന്നാൻ പാടില്ലാത്തൊരു സാധനമാണ് അസൂയ. നമുക്ക് ജലസ് വരും. ഒരുപാട് ടേമുണ്ടത്. ചെറിയ രീതിയിൽ ഒരു സന്തോഷ ജലസ് അങ്ങനെ വരും. പക്ഷെ ഇത് വളരെ വൃത്തികെട്ട ഒരു സാധനമായിട്ട് നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഞാനിവിടെ മറ്റതാണ്, ഞാൻ ഇവിടെ വന്നേ ഇരിക്കുള്ളൂ. അവൾക്കാരുടെ തൊഴിലെന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. അവരെ അങ്ങനെ പറയാം. അവൾക്ക് എന്തായാലും ഈ പ്രാങ്കിൽ പാർട്ടിസിപ്പേഷൻ ഇല്ല. പക്ഷേ ജാസ്മിൻ കാണിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ജാസ്മിന് പ്രിയോറിറ്റി അല്ലെങ്കിൽ പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ അതിനെ ഭയപ്പെടുന്നുമുണ്ടെന്ന് ഈ ഒരു ടാസ്കിൽ കൂടെ മനസ്സിലാവും. ഇത് ടാസ്കാണോ പ്രാങ്കാണോ എന്നറിയില്ല. എൻ്റെ സാബു മോൻ കീചകനായിട്ട് അതിനകത്തൊരു പ്ലേ ഇട്ട് കൊടുത്തു. അത് വർക്കൗട്ട് ചെയ്തു. സൂപ്പറായിരുന്നു. ഞാൻ പറയാൻ വന്ന സുഹൃത്ത് ബന്ധം, നന്ദനയുടെ ഈ മാറ്റം നന്ദനയുടെ സൗഹൃദത്തിൽ നിന്ന് വന്നതാണ്. നന്ദനയുടെ സൗഹൃദം ആർക്കൊപ്പമാണ്? ജാസ്മിനൊപ്പമാണ്. ജാസ്മിനെ കണ്ടല്ലേ പഠിക്കുന്നത്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗന്ദര്യം എന്ന് പറഞ്ഞ കണക്ക് ജാസ്മിനേക്കാൾ വൾഗറായി തറയായി വന്ന സാഹചര്യം സ്വന്തം അമ്മയ്ക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് ആ പെങ്കൊച്ച് തരം താഴ്ന്ന് വെറും തറ കൂതറയായി മാറിയിട്ടുണ്ട്. ഇനി അൻസിബയ്ക്കൊപ്പം ആരാ പോയി ചേർന്ന്? ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് അരോചകമായി സംസാരിക്കുന്ന നോറ. സീ ദ ചേഞ്ചസ്. നിങ്ങൾ കാണേണ്ട ഒരു പോർഷൻ തന്നെയാണത്. എനിക്കറിയില്ല അതവർ കാണിക്കുമോ ഇല്ലെന്ന്. പക്ഷേ സൂപ്പർ. നോറ എത്ര പ്രൊവോക്ക് ചെയ്തിട്ട് സൈലൻ്റായിട്ട് അതിന് മറുപടി പറയുന്നു. അതായത് ഒച്ചപ്പാടില്ല. സാധാരണ റസ്മിൻ ഈ ഒരു സെക്ഷനൊക്കെ വരുമ്പോൾ അലറുകയാണ് ചെയ്യുന്നത്. പക്ഷേ റസ്മിനും കാം ഡൗൺ എന്ന് വെച്ചാൽ
ഈ പെൺകുട്ടിക്കൊപ്പം ചേർന്ന 2 പെൺകുട്ടികളും വ്യത്യസ്തരായിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് പോയി ചേർന്നവരൊക്കെ തന്നെ ആ രീതിയിൽ വ്യത്യസ്തതയാവുന്നു. ഫലത്തിൽ എന്താ സംഭവിച്ചത്? ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ചേരേണ്ട ഒരു വിഭാഗം ജനതയുണ്ട്, അവരെ കൂടെ ചേരാവുള്ളൂ. നമ്മൾ പോയി ചേറിൽ വീണാൽ നമ്മുടെ ഭാഗത്ത് ചേറ് പറ്റും, നമ്മൾ നാറും എന്നതിനപ്പുറം ഒന്നുമില്ല. നമ്മുടെ സൗഹൃദത്തിന് ഡെപ്ത് ഉണ്ടാവണം, വാല്യൂ ഉണ്ടാകണം, വൃത്തി ഉണ്ടാകണം. ഈ 3 വേർഡ് നിങ്ങൾ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്താൽ മതി. കൃത്യമായി പറഞ്ഞാൽ പടുമോശമായിട്ടുള്ള സൗഹൃദങ്ങൾ ഒഴിവാക്കി നിർത്തുക. നമുക്കത് മനസ്സിലാകത്തില്ല. നമുക്കവരോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് തോന്നുന്നു അവർ ബെസ്റ്റാണെന്ന്. ബെസ്റ്റേ അല്ല എന്ന് തെളിയാൻ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാത്രം മതി. ഒരുപാട് സൗഹൃദങ്ങൾ അങ്ങനെയുണ്ട്. നമ്മളെ സുഹൃത്ത് ബന്ധം നമ്മളെ ചീത്തയാക്കും. നമ്മൾ എത്ര തന്നെ പിടിച്ചു വെച്ചാലും നമ്മുടെ ഉള്ളിലുള്ള വൈകൃതത്തെ അവർ കൊണ്ടുവന്ന് പുറത്താക്കി കളയും. നമ്മൾ നല്ലതായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, നല്ല പേര് കിട്ടാനാണെങ്കിൽ നല്ല സൗഹൃദങ്ങൾക്കൊപ്പം നിൽക്കണം. ഈ ഒരു വിഷയത്തിൽ സംസ്കാര സമ്പന്നയാണ് ആ പെൺകുട്ടി അൻസിബ. സൂപ്പർ കേട്ടോ. എന്തായാലും അവരുടെ പേരൻസ് കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. നല്ല വളർപ്പ്. ഇങ്ങനെ വേണം കുട്ടികളെ വളർത്താൻ. പൊളി എന്ന് പറഞ്ഞാൽ പൊളി, അതിഭീകരമായിരുന്നു. സൂപ്പർ. ഇങ്ങനെ വേണം കുഞ്ഞുങ്ങൾ, ഇങ്ങനെ വേണം. ഒന്നും വേണ്ട ഈ പ്രമമോ ബാക്കിയുള്ളതോ എന്ത് തന്നെ ആയാലും അവൾ തെളിയിച്ചു എങ്ങനെ വേണമെന്ന്. ഒരു വ്യക്തിത്വം അതെങ്ങനെ ആയിരിക്കണമെന്ന് അൻസിബ നമുക്ക് കാണിച്ചു തരികയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്കിറ്റ്. ഇതിന് മറ്റവർക്ക് പ്രൈസൊക്കെ കിട്ടുന്നുണ്ട്, കോയിൻസൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു വിഷയത്തിൽ ജയിച്ചു നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടീമിലുള്ള കുട്ടികൾ തന്നെയാണ്. സംശയമേ വേണ്ട. ട്രിഗർ ആകേണ്ടടുത്ത് ട്രിഗർ ആകണമെന്നും മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കണമെന്നും നാട്ടുകാർക്കും ജനങ്ങൾക്കും നമുക്കും ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അൻസിബ. കിട്ടുകാച്ചി. സൂപ്പർ.